ഡൽഹിയിൽ വളരെ കടുത്ത മത്സരമാണ് ഇപ്പോൾ ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും നടത്തിയിരിക്കുന്നത്. അതിന് പ്രധാന കാരണം ഈ ഷീലാ ദീക്ഷിത് കഴിഞ്ഞ 15 വർഷം ഷീലാ ദീക്ഷിത് ഭരിച്ചിട്ട് പെട്ടെന്ന് കോൺഗ്രസ് അപ്രത്യക്ഷമായി, ലിറ്ററലി നില്ലായി. അത് കഴിഞ്ഞിട്ട് ആം ആദ്മി വന്നു. ആം ആദ്മി വന്നിട്ട് അതൊരു പ്രത്യേക ഒരു കൾച്ചറൽ പൊളിറ്റിക്സാണ് ആം ആദ്മി ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഞാൻ ഈ കൾച്ചറൽ പൊളിറ്റിക്സ് പറയുന്നത് ബി ജെ പിക്കെതിരെ ഒരു കൾച്ചറൽ പൊളിറ്റിക്സാണ്. കാരണം ബി ജെ പിയുടെ ഹൈന്ദവീയ വിശ്വാസം പറയുന്ന പോലെ തന്നെ അദ്ദേഹവും ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ഹിന്ദുത്വ ദൈവങ്ങളുടെ മറ്റൊരു പൊളിറ്റിക്സാണ് പുള്ളിയും പറയുന്നത്. അതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന കേജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ അത് ക്ലച്ച് പിടിച്ച് നിൽക്കുന്നത്. പക്ഷേ കേന്ദ്രം 15 വർഷം ഇപ്പോൾ തുടർഭരണം 3ാം തവണയും കിട്ടിയിട്ട് ഡൽഹി കിട്ടിയില്ലെങ്കിൽ, രാജ്യതലസ്ഥാനം അസംബ്ലി കിട്ടിയില്ലെങ്കിൽ ബി ജെ പിക്ക് വലിയ ക്ഷീണമാണ്. ആ രീതിയിലുള്ളൊരു മത്സരമാണ്. ഇപ്പോൾ എന്തോ ഡു ഓർ ഡൈ എന്നുള്ള രീതിയിലാണ് ബി ജെ പി ശക്തമായ പ്രകടനം നടത്തി. പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി അമിത്ഷായൊക്കെ വളരെ ശക്തമായ രീതിയിലുള്ള പ്രകടനം ഇതിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ പൊതുവെ വരുന്ന എക്സിറ്റ് പോളുകളെല്ലാം തന്നെ 2 കൃത്യമായി പറയുന്നുണ്ട് ആം ആദ്മി പാർട്ടി തന്നെയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ തവണ 70 സീറ്റിൽ അവർക്ക് 62 സീറ്റ് കിട്ടി, വലിയ ഭൂരിപക്ഷമാണ്. അപ്പോൾ അവിടെ പ്രതിപക്ഷമേ ഇല്ല. യഥാർത്ഥത്തിൽ പ്രതിപക്ഷം എന്ന് പറയുന്ന യൂണിയൻ ആഭ്യന്തര മന്ത്രാലയമായിരുന്നു ആം ആദ്മി പാർട്ടിക്ക് ഡൽഹി അസംബ്ലിയിൽ പ്രതിപക്ഷമായിട്ടുള്ളത്. ഓഫ് കോഴ്സ് നമുക്കറിയാം ഗവർണറാണ്, ലഫ്റ്റനൻറ്റ് ഗവർണറാണ്. പിന്നെ അതിന് ഒരു നോഡൽ ഓഫീസർ പോലെ നമ്മൾ മറ്റു പല സാങ്കേതികത്വമൊക്കെ പറയുമ്പോഴും ഒരു നോഡൽ ഓഫീസറിൻ്റെ റോളാണ് ലഫ്റ്റനൻറ്റ് ഗവർണർ എടുത്തത്. പക്ഷേ ഇപ്പോൾ അത് പോരാ. ബി ജെ പിക്ക് ഭരിക്കണം എന്നുള്ള തന്നെ ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ഇത്തവണ പ്രചരണം നടത്തിയത്. അതിനുവേണ്ടി ചെയ്യാവുന്ന എല്ലാ സാഹചര്യങ്ങളും അവർ ഒരുക്കി. ഈ കഴിഞ്ഞ മന്ത്രിസഭയിൽ 2ാം മോഡി സർക്കാരിൻ്റെ കാലത്ത് ഒരുക്കി. ആക്ഷേപങ്ങളുടെ പേരിൽ മുഖ്യമന്ത്രിയെ തന്നെ മാസങ്ങളോളം ജയിലിലിട്ടു. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൗണ്ട് വർക്ക് അവർ ചെയ്തു. കൂടാതെ ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മുടെ മെനഞ്ഞാന്ന് നടന്ന ഇതിൽ നമ്മുടെ ബഡ്ജറ്റിൽ യുവാക്കളെയും പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്സുകാരെയും ഒരു സൂത്ത് ചെയ്യുക എന്നുള്ള ഒരു ഇൻറ്റൻഷനോട് ചെയ്തു. അത് എത്രത്തോളം ഫലിക്കും എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? അതിൽ 2-3 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതുമായിട്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ള 2-3 കാര്യങ്ങളുള്ളത്. ഒന്ന്, ആം ആദ്മി പാർട്ടി ബി ജെ പിക്ക് പകരം വന്ന ഒരു പ്രസ്ഥാനമല്ല. ബി ജെ പിയുടെ ആശയങ്ങളുമായിട്ടൊന്നും അവന് ഒരു ബന്ധവുമില്ല. ആം ആദ്മി പാർട്ടി തന്നെ അണ്ണാ ഹസാരെ തുടങ്ങി വെച്ച ഒരു അഴിമതി വിരുദ്ധ മൂവ്മെൻറ്റിൻ്റെ പ്രോഡക്റ്റാണ്. അതിൽ നിന്ന് മുതലെടുത്താണ്. അന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതിനൊരു സ്പേസ് ഉണ്ടായിരുന്നു. കാരണം കോൺഗ്രസ് ഭരണത്തിൽ അടിമുടി അഴിമതിയും അത് ചോദ്യം ചെയ്യാൻ പോലും ആളില്ലാത്ത അവസ്ഥ വന്നപ്പോഴത്തേക്കാണ് ഒരു ജനകീയ മുന്നേറ്റമുള്ളേക്ക് അണ്ണാ ഹസേരയുടെ ആ മൂവ്മെൻറ്റ് വന്നത്. ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഒരു സമരമാണ്. അതിൽ രാഷ്ട്രീയമായി അണ്ണാ ഹസേരയ്ക്ക് എതിർപ്പുണ്ടായിട്ട് പോലും രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യാനാണ് കേജ്രിവാൾ ശ്രമിച്ചത്. ആ ഒരു പ്രസ്ഥാനത്തോട് ഒരു ഗണ്യമായ വിഭാഗത്തിനൊരു അനുതാപം ഉണ്ടായിരുന്നു. കാരണം അത് വന്ന് രാജ്യം രക്ഷയാകും, നമ്മുടെ കേരളത്തിൽ പോലും അതുവരെ രാഷ്ട്രീയം വളരെ അകലെയാണെന്ന് അകറ്റി നിർത്തിയിരുന്നവർ പോലും ഈ പുതിയ മൂവ്മെന്റിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യം കാണിച്ചു. അപ്പോൾ അങ്ങനെ ഒരു പ്രസ്ഥാനമാണ്. അതിൽ നിന്ന് വളരെ പ്രതീക്ഷകൾ ജനത്തിനുണ്ടായിരുന്നു. അതാണ് ആം ആദ്മി പാർട്ടിയുടെ കഴിഞ്ഞ 15 വർഷക്കാലത്തെ ഡൽഹിയിലെ തേരോട്ടം എന്ന് പറയാമെങ്കിൽ. മറ്റൊന്ന്, ആ സാഹചര്യം ഇപ്പോഴില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ 7 സീറ്റും ലഭിച്ചത്. പിന്നെ ഷീലാ ദീക്ഷിതും പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് ബി ജെ പി അവിടെ ഭരിച്ചിട്ടുണ്ട്. സായർ സിംഗ് വർമ്മയും അവരൊക്കെ ഭരിച്ചിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് ബി ജെ പിക്ക് അന്യമല്ല ഡൽഹി സ്റ്റേറ്റ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എൻ്റെ ബലമായ വിശ്വാസം ഈ എക്സിറ്റ് പോളുകളെ ആശ്രയിച്ചിട്ട് അർത്ഥമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. എക്സിറ്റ് പോൾ ഫലവും അതും തമ്മിൽ ഒരു കടലാടിയും തമ്മിലുള്ള ബന്ധം മാത്രമാണ്. അതുകൊണ്ട് അത് കാര്യമാക്കണ്ട. പക്ഷെ അല്ലാതെ തന്നെ ഡൽഹി ഒരു ഇടത്തരക്കാരുടെ ഒരു നഗരമാണല്ലോ. പല സംസ്ഥാനങ്ങളിൽ നിന്ന് പോയി ഡൽഹിക്കാരെന്ന് പറയാൻ അങ്ങനെയുള്ളവരെ. അതുകൊണ്ടാണ് അവിടെ എപ്പോഴും ഒരു 60, 62, 63 അപ്പുറം പോളിംഗ് പോകാറുള്ളൂ. പിന്നെ ഈ ഇടത്തരക്കാരെ സ്വാധീനിക്കാൻ ബഡ്ജറ്റിന് അങ്ങനെയല്ല കേട്ടോ. ഈ തെരഞ്ഞെടുപ്പ് ബഡ്ജറ്റൊന്നും ഇല്ലാത്ത കാലത്ത് എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് ഈ കേജ്രിവാളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇലക്ട്രിസിറ്റി ഫ്രീ, കുടിവെള്ളം ഫ്രീ, സൗജന്യ യാത്ര. അതൊരു എല്ലാ പാർട്ടികളും ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഒരു പാർട്ടിയുടെ കാര്യം മാത്രം പറയണ്ട. അവർക്ക് ആ അവസരം ഉപയോഗിക്കാൻ കയ്യിൽ അധികാരം ഉണ്ടായിരുന്നുകൊണ്ട് അത്തരത്തിൽ ചെയ്യുന്നു എന്നുള്ളത്. അത് ജനങ്ങളെ യഥാർത്ഥത്തിൽ സോഷ്യലി മടിയന്മാരാക്കുന്ന ഒരു പരിപാടി. തീർച്ചയായിട്ടും അത് തുടങ്ങി വെച്ച് തന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ തമിഴ്നാട്ടിലാണ് ഒരു മുന്നണി DMK ഇപ്പം സൈക്കിൾ കൊടുക്കാന്ന് പറഞ്ഞാൽ അണ്ണാ DMK TV കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നുള്ള ജനങ്ങളെ ഒരു
അവര് മടിയന്മാരാണ്. അവരെ അധ്വാനിച്ച് പൊട്ടൻഷ്യാലിറ്റി തകർക്കുകയാണ്, ജോലി ചെയ്യാനുള്ള താല്പര്യം കുറയ്ക്കുക. പിന്നെ പരസ്യമായി ചേരികളിൽ പോയി കാശ് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു എല്ലാ വൾഗർ പൊളിറ്റിക്സ്. ഇതിനൊക്കെ എതിരായിട്ടാണ് അണ്ണാ ഹസാരയുടെ മൂവ്മെന്റ് ഉണ്ടായത്. ആ മൂവ്മെന്റ് ഒക്കെ ഇനി വരരുത്, രാജ്യത്ത് ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചുണ്ടായ പ്രസ്ഥാനമാണ് കേജ്രിവാളിന്റെ. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു കൾച്ചറൽ പൊളിറ്റിക്സ് ആണ്. കൾച്ചറൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാല് കേജ്രിവാളിന് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു അബദ്ധം ഒരു നിലപാടില്ലാത്തതാണ്. അദ്ദേഹം ഇപ്പൊ ഈ മറ്റേ ഇത് വന്നല്ലോ, പൗരത്വ ഭേദഗതി നിയമം. ആ പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ കേജ്രിവാളിനോടൊപ്പം സ്ട്രോങ് ആയിട്ട് അടിയുറച്ച് നിന്നുകൊണ്ട് ഡൽഹിയിൽ വരുന്നുണ്ട് 10-15% വരുന്ന മുസ്ലിം ജനവിഭാഗം. അപ്പോൾ ഒരു നിലപാടെടുക്കാൻ കഴിയാതെ കേജ്രിവാൾ അവിടെ സൈലൻ്റായി, രണ്ടുള്ളത്തിൽ കാല് വെച്ച് നിന്നതുപോലെയായി. അതൊക്കെ കേജ്രിവാളിൻ്റെ നിലപാടില്ലായ്മയാണ് കാണിക്കുന്നത്. സാംസ്കാരികമായ ഒരു ഔന്നത്യമൊന്നും കേജ്രിവാളിൻ്റെ പാർട്ടിക്കും ഇല്ല, കേജ്രിവാളിനും ഇല്ല. പിന്നെ അദ്ദേഹം ഏതിനെയൊക്കെ എതിർത്തോ അതെല്ലാം ഈ കഴിഞ്ഞ കുറേ കാലത്ത് ഭരണത്തിനിടയിൽ ഇന്ത്യൻ ജനത കണ്ടതുമാണ്. ആ ഒരു സെറ്റ് ബാക്ക് ഉണ്ട് ഈ പാർട്ടിക്കുണ്ട്, ആം ആദ്മി പാർട്ടിക്കുണ്ട്. അതും കൂടി വെച്ചുകൊണ്ട് വേണം നമ്മൾ തെരഞ്ഞെടുപ്പിന് വിലയിരുത്താൻ. ഈ ഇലക്ഷൻ റിസൾട്ടുകളെ, എക്സിറ്റ് പോളുകളെ ഞാൻ മാറ്റി വയ്ക്കാം. അതല്ലാതെ തന്നെ പറഞ്ഞാലും ഡൽഹി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പം കഷ്ടിച്ച് 1 വർഷം പോലും ആയില്ല. അപ്പം ആ ഹാങ് ഓവർ അങ്ങ് പൂർണ്ണമായും വിട്ടൊഴിഞ്ഞിട്ടില്ല ഡൽഹി ജനതയ്ക്ക്. അവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ മറ്റ് പ്രത്യേകിച്ച് കേരളത്തിൽ ഉള്ളതുപോലെ ഈ താല്പര്യം കുറവുണ്ടോ? ആൾക്ക് ഒരു ലൂപ്പും ഒരു ചൂടില്ല, വാമത്തില്ലാത്ത അല്ലല്ല, അങ്ങനെയൊന്നുള്ളതായി അറിഞ്ഞിട്ടില്ല. പിന്നെ വേറൊരു പ്രത്യേകതയുള്ളത്, ഡൽഹിയിൽ ഈ 3 കക്ഷികളും, കോൺഗ്രസ് ഇപ്പോൾ അവിടെ അങ്ങനെ പ്രധാനമായി ഗണിക്കപ്പെടേണ്ട ഒരു മൂവ്മെന്റ് അല്ലെങ്കിലും അല്ല, തള്ളിക്കളയാനും വേണ്ട. അപ്പൊ ഈ 3 പ്രസ്ഥാനം ഒഴിച്ച് ബാക്കി ഈ മറ്റേ UP-യിലെ ഘടകകക്ഷികളെന്ന് പറയുന്ന ഇന്ത്യയിലുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളിലുള്ള കക്ഷികളുടെ ചെറുതും വലുതുമായ ഗ്രൂപ്പുകളുണ്ടെങ്കിൽ അവരെല്ലാം ഈ ആം ആദ്മി പാർട്ടിക്കൊപ്പമാണ്. കോൺഗ്രസിന്റെ സാധ്യത കോൺഗ്രസിന് പോലും പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ BJP-യെ പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി 3 സീറ്റ് അവർ പ്രതീക്ഷിക്കുന്നു. അതെ, അതൊന്ന് വെറുതെ ഡൽഹിയിലെന്ന് അവർക്ക് 3 സീറ്റ് പ്രതീക്ഷിക്കുന്നു. അതെ, എക്സിറ്റ് പോളുകളുടെ ഫലം ഞാൻ പറഞ്ഞല്ലോ. എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യത പൂർണ്ണമായും തകർന്നതാണ് ഈ കഴിഞ്ഞ നമ്മുടെ. അല്ല, കോൺഗ്രസ് AICC ആ രീതിയിലാണ്. കോൺഗ്രസിന്റെ 3 സീറ്റ് കിട്ടിയേക്കാം. ഞാൻ പറഞ്ഞ മറ്റ് കക്ഷികളുടെ കാര്യമാണ്. ഇപ്പൊ CPM, CPI, DMK ഇങ്ങനെയുള്ള കുറെ പാർട്ടികളുണ്ടല്ലോ. ആന്റി BJP-യുടെ പേരിൽ പറഞ്ഞ് അവരുടെ ഈ മുന്നേറ്റത്തിൽ UPA ഘടകകക്ഷികളായി നിൽക്കുന്ന ആ പാർട്ടികളുടെ എല്ലാം 1-2 പേരുണ്ടെങ്കിൽ അവരുടെയും പിന്തുണ ഈ ആം ആദ്മി പാർട്ടിക്കായിട്ട് കിട്ടിയിട്ടുണ്ടാവുക. സൈലന്റായി നമ്മുടെ കണക്കുകളിൽ വരാത്ത ഒരു ഇതാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു നിർണായകമായ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് നടക്കുന്നുണ്ടെങ്കിൽ BJP-ക്കാണ് നേരിയ മുൻതൂക്കം എന്നാണ് ഞാൻ കരുതുന്നത് എന്നുള്ളതാണോ? കാരണം ഞാൻ പറയാൻ കാരണം, നമുക്കൊരു ചെറിയൊരു മാർജിൻ ആം ആദ്മി പാർട്ടിക്ക് കൊടുക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്നതിൻ്റെ പ്രധാന കാരണം 70 സീറ്റിൽ 62 സീറ്റ് കഴിഞ്ഞ തവണ പിടിച്ചത്. ആ കാലങ്ങളൊരു ഇനി ഒരിക്കലും തിരിച്ചു വരാനാവാത്ത വിധം ഒരു സ്വപ്നകാലമാണ്. ഞാൻ അതാ പറഞ്ഞത്. 2 വെറും ആക്ഷേപത്തിന്റെ പേരിൽ അദ്ദേഹത്തെ ജയിലിലടച്ചു എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ കക്ഷികൾക്കെതിരെ ഉണ്ടാകുന്ന അങ്ങനെയാണെന്ന് BJP ഇതര നേതാക്കന്മാരെയാണ്, മുഖ്യമന്ത്രിമാരെയാണ്. പക്ഷെ അത് നമ്മുടെ കേരളത്തിൽ വന്നിട്ടുമില്ല. നമ്മൾ കേരളത്തിൽ സംസാരിക്കുന്നുണ്ടാണ്, അത് നമ്മൾ സൂചിപ്പിക്കേണ്ടി വന്നത്. കേരളത്തിൽ ആ ഒരു സംഭവം വന്നിട്ടില്ല. കേരളത്തിലെ ആക്ഷേപമല്ല, ഇവൻസ് ഓഫ് കറപ്ഷനാണ് നടന്നത്. അത് നമുക്ക് വേറെ വിശദമായി ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ്. സീരിയസ് ആയ വിഷയം തന്നെയാണ്, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. അല്ല, അത് പൊളിറ്റിക്കലി അവിടെ. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇന്ത്യയിൽ ഇപ്പൊ നമ്മളെ അറിയപ്പെടുന്ന നമ്മുടെയൊക്കെ ഓർമ്മകളിൽ വന്നിട്ടുള്ള രാഷ്ട്രീയത്തിൽ മറ്റേത് പാർട്ടിക്കും ഇല്ലാതിരുന്ന ഒരു പ്രതിച്ഛായ ഈ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്നു. അവർ അഴിമതിക്കെതിരായ നിരന്തര പോരാട്ടം നടത്തുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് പാസ്റ്റാണ്. ആ പാസ്റ്റിലാണ് അവർ ഈ 62 നേടിയതും 50 വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയതും ഒരു രാഷ്ട്രീയമില്ലാത്തവനും ഈ ചൂലും പിടിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിയതും ഒക്കെ അപ്പോഴാണ്. പക്ഷെ ആ പ്രതീക്ഷ മുഴുവൻ ഈ കഴിഞ്ഞ കേജ്രിവാളിന്റെ ഭരണത്തിൽ തീർന്നു. പിന്നെ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ആ പാർട്ടിയിൽ ഒറ്റക്കെട്ടായി നിന്ന് പോകുന്ന അദ്ദേഹത്തോടൊപ്പം തോളൊപ്പം വന്ന നേതാക്കന്മാർ പോലും ആ പാർട്ടി വിട്ടു പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് തകർച്ചയിൽ നിന്നുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പുള്ളി അതിനൊരു ബ്യൂറോക്രാറ്റിക് ലൈനിൽ നിന്ന് വന്നതുകൊണ്ട് ആ ഒരു മിഡിൽ ക്ലാസിൻ്റെയും ബ്യൂറോക്രാറ്റിക് സെറ്റപ്പ് ഡൽഹിയിൽ വർക്കാകില്ല പുള്ളിക്ക്. അല്ല, അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ബഡ്ജറ്റിൻ്റെ സ്വാധീനം ഉണ്ടാവുമല്ലോ. അവിടെ ഇപ്പം വേറെ അയാളെ വ്യക്തിപരമായി നോക്കിയിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ റിട്ടയർ ചെയ്തവരും സർവീസ് ഇരിക്കുന്നതുമായ കേന്ദ്ര ജീവനക്കാരുടെ കേന്ദ്രം കൂടിയാണ് അവിടെ. മുൻ പട്ടാളക്കാരുടെ എപ്പോഴും സർവീസ് അവരുടെയൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു മറ്റ് സംസ്ഥാനങ്ങളെ നമ്മൾ കാണുന്നത് പോലെ നിരീക്ഷിക്കുന്നത് പോലെ ഡൽഹിയെ കാണാൻ പറ്റില്ല. ഡൽഹി ഒരു വ്യത്യസ്തമായ ഒരു മാത്രമല്ല, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുനിന്ന് ഡൽഹിക്കാരായി മാറിയവരാണ്. അവരുടെ ഒരു ഇതാണ്. പിന്നെ ഈ
എക്സിറ്റ് പോളൊക്കെ പറയുമ്പോൾ ആരാ അവിടെ പോയി വോട്ട് ചെയ്തിട്ട് സത്യമെന്ന് പുറത്ത് പറയുന്നത്? അത് ഈ ഗ്രാമങ്ങളിലെ നിഷ്കളങ്കരായ ആൾക്കാർ ചിലപ്പോൾ പറയുമായിരിക്കും ഞങ്ങൾ വോട്ട് ചെയ്തവർക്കാണെന്ന് പറയും. ഈ സിറ്റിയിലൊന്നും പറയുന്നില്ല, വിദ്യാഭ്യാസം നേരെ എതിരായിട്ട് പറയുകയും ചെയ്യും. അതെ, വിദ്യാഭ്യാസമുള്ളവരൊന്നും പറയത്തില്ല, കൃത്യമായിട്ട് ഇന്ന പാർട്ടിക്കാരാണെന്ന് ആരും പറയില്ല. മറ്റെല്ലാ സാഹചര്യങ്ങളും വെച്ച് നോക്കിയാൽ ഈ തെരഞ്ഞെടുപ്പ് ഒരു പടി കൂടി ബി ജെ പിക്കാണ് മുൻതൂക്കം കാണുന്നത്. 2 കാരണങ്ങളാണ്. ഡൽഹിയിൽ എന്തെങ്കിലും വികസനം, ഡൽഹി ഏറ്റവും അഭിമുഖീകരിക്കുന്ന പ്രശ്നം വായു മലിനീകരണം, യമുനയിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ. അപ്പോൾ അതിനൊക്കെ ഒരു പോംവഴി കണ്ടെത്താൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം കൂടി ഉണ്ടായാൽ നല്ലതായിരിക്കും എന്ന് കരുതുന്നൊരു വലിയ ജനവിഭാഗം ഡൽഹിയിലുണ്ടാവും. അല്ലാതെ സുപ്രീം കോടതി ഉൾപ്പെടെ ഏറ്റെടുത്ത കേസുകളാണ്. വായു മലിനീകരണം, പ്രത്യേകിച്ച് വായുവും ഗംഗയും ഒക്കെ മലിനീകരണം എന്ന് പറയുന്നത് മലിനീകരണം വലിയൊരു പ്രശ്നമാണ്. അത് സംസ്ഥാനത്തിനെ കൊണ്ട് കഴിയില്ല എന്നുള്ളതുമാണ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും യൂണിയൻ സർക്കാർ തന്നെ ഇടപെടണം എന്നുള്ളൊരു ചിന്ത. യൂണിയൻ സർക്കാരിനെയും കൂടി ബന്ധിപ്പിക്കണം. യൂണിയൻ സർക്കാരിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന വലിയൊരു ജനവിഭാഗം ഡൽഹിയിലുണ്ട്. അതെല്ലാമാണ് ഈ BJPക്ക് അനുകൂലമായ തരംഗം ഉണ്ടാകും എന്ന് ഞാൻ പറയാൻ കാരണം. പക്ഷെ എന്നാലും നമുക്ക് ഈ പറഞ്ഞ ഇത്രയും 62 സീറ്റിൽ നിന്ന് അവർ 30ലേക്ക് വരണം. അത്രയും സീറ്റ് വ്യത്യാസം BJPക്ക് പിടിക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് എത്രയോ സീറ്റുകൾ BJPക്ക് കുറഞ്ഞു. അതായത് തെരഞ്ഞെടുപ്പിന് അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാത്ത ഫലങ്ങളുണ്ടാകും. ലോക്സഭയുടെ ഒരു കാഴ്ചപ്പാട് പോലെ അല്ല നമ്മൾ അസംബ്ലിയിൽ വരുമ്പോൾ 62 സീറ്റിൽ നിന്നും അവർ 30-ൽ താഴെ വന്നാലേ BJPക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. അത്രയും പ്രതീക്ഷ ആം ആദ്മി പാർട്ടിക്ക് ജനങ്ങൾക്കുണ്ടായിരുന്നു. പ്രതീക്ഷ അത്രയും കുത്തനെ ഇടിഞ്ഞു. ഒപ്പം 3 സീറ്റ് കോൺഗ്രസ് പിടിക്കുമെന്നും ഉറപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഓഫ് കോഴ്സ് 2 പേർക്ക് എതിരെയാണ് നിൽക്കുന്നത്. ആം ആദ്മിയുടെ കൂടെയും ഇല്ല, BJPക്കും സപ്പോർട്ട് അറിയപ്പെടേണ്ട പാർട്ടിയല്ല. തീർച്ചയായിട്ടും ഡൽഹിയിൽ കോൺഗ്രസ് വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. രാജ്യത്തിന്റെ തലസ്ഥാനവും കൂടെയൊക്കെ ആകുമ്പോൾ അവർ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒരു ഹാങ് ഓവർ ഇപ്പോഴും ഒരു ലെഗസി അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ പക്ഷെ 1-ൽ നിന്ന് 3 അവർ പിടിക്കും എന്ന് പറയുമ്പോൾ അത് വളരെ നിർണായകമായിരിക്കും. അത് വളരെ നിർണായകമായിരിക്കും എന്നുള്ളത് തന്നെയാണ്, തർക്കമില്ലാത്ത. തുല്യമായി ഏതാണ്ടൊക്കെ വന്നാൽ അത് വലിയ നിർണായകമാവും. അതാണ്. അപ്പോൾ ഈ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റാണ് നമുക്കിപ്പോൾ ഇതുവരെ കിട്ടിയിരിക്കുന്ന എക്സിറ്റ് പോളുകളുടെ സംഭവം എന്ന് പറയുന്നത്. നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് വരുമ്പോൾ തന്നെ ഈ പറയുന്ന 3-ഉം പിന്നെ നേരത്തെ താങ്കൾ പറഞ്ഞ മറ്റ് ഹരിയാന പോലുള്ള ഭാഗങ്ങളിൽ നിന്നും വന്ന് നിൽക്കുന്നതിൻ്റെ ബോർഡർ പൊളിറ്റിക്സും ഒക്കെ കൂടെ ചേർന്ന് വരുമ്പോൾ അവർ ഏത് രീതിയിലേക്ക് വോട്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് മറ്റന്നാൾ അറിയാൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.